ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടോപ്പിക്ക് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. എന്താണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഇസ് എ ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ബിറ്റ്വീൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇതൊരു ലോ ലെവൽ ലാംഗ്വേജുമാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും മെഷീൻ ലെവൽ ലാംഗ്വേജിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ബൈനറി, അതായത് മെഷീൻ ലെവൽ ലാംഗ്വേജിൽ ബൈനറി കോഡ് ഓർത്ത് വെക്കുക എന്നുള്ളത് ഇറ്റ്സ് ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ബൈനറി കോഡ്സ് ഓർത്ത് വെക്കുന്നതിന് പകരം അതിൻ്റെ നിമോണിക്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിമോണിക് മീൻസ് പ്രീ ഡിഫൈൻഡ് സിംബോളിക് കോഡ്സ് ആണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കോഡ്സ്, അതാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് ആഡ്, സബ്, മൂവ്. അപ്പോൾ നമ്മൾ ഈ ആഡ് എന്നുള്ള ബൈനറി കോഡ് ഓർത്ത് വെക്കുന്നതിനായിട്ട് നല്ലത് അതിൻ്റെ നിമോണിക്സ് ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നും കൂടിയും ഈസിയർ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെഷീൻ ലെവൽ ലാംഗ്വേജിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ് അറിയുന്നത് ഈസിയറാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈം കൺസ്യൂമിങ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. കാരണം ബൈനറി കോഡ് ഓർത്ത് വെക്കുക എന്നുള്ളത്, റിമെമ്പർ ചെയ്യുക എന്നുള്ളത് ഒരു പോസിബിലിറ്റി അല്ല. അതുകൊണ്ട് തന്നെ നിമോണിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്ത് വെക്കുക എന്നുള്ളത് പറ്റുന്ന ഒരു കാര്യമാണ് കമ്പാരിറ്റീവ്ലി ബൈനറി കോഡ്സിൻ്റെ കേസിൽ. ഓക്കെ, ഇനി ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജും മെഷീൻ ലെവൽ ലാംഗ്വേജും എന്ന് പറയുന്നത് രണ്ടും ലോവസ്റ്റ് ലാംഗ്വേജാണ്. ദെൻ ഈ അസംബ്ലി ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുക അസംബ്ലർ ആയിരിക്കും. അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആദ്യം ഹൈ ലെവൽ ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. എന്താണ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ബൈനറി കോഡ്സ് അറിയുന്നത് ഓർത്ത് വെക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതിന് പകരം അതിൻ്റെ നിമോണിക്സ് ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഇത് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് എന്ന് പറയുന്നത്. മെഷീൻ ലെവൽ ലാംഗ്വേജിനെ കമ്പയർ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ. ദെൻ ഈസിയർ ടു ലൊക്കേറ്റ് ആൻഡ് കറക്റ്റ് എറേഴ്സ്. നമുക്ക് എവിടെയാണ് ഓപ്പ് കോഡ്സിൽ അല്ലെങ്കിൽ നിമോണിക്സിൽ എറേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനും പറ്റും. ദെൻ ഈസിയർ ടു മോഡിഫൈ, അതായത് വന്നിട്ടുള്ള എറേഴ്സ് അല്ലെങ്കിൽ ബഗ്സിനെ റിപ്പോർട്ട് ചെയ്ത് ആ ബഗ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും. ദെൻ ഓട്ടോമാറ്റിക് അഡ്രസ് ട്രാക്കിംഗ് ബൈ അസംബ്ലർ. നമുക്ക് ഏത് അഡ്രസ്സിലോട്ട് സേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അസംബ്ലർ എന്നുള്ള ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ലൊക്കേഷനിലോട്ടാണ് ഡാറ്റ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അസംബ്ലർ പിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈസിലി ലൊക്കേറ്റബിൾ, അതായത് ഏത് ലൊക്കേഷനിലോട്ടാണ് നമുക്ക് ഈ ഡാറ്റനെ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതാണ് ഈസിലി റീലൊക്കേറ്റബിൾ എന്ന് പറയുന്നത്. അതിന് അതിൻ്റേതായ ഇൻസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അസംബ്ലറിന് ആ ഇൻസ്ട്രക്ഷൻസ് എത്തിക്കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലോട്ട് വേണമെന്നുണ്ടെങ്കിലും അതിനെ ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി ഓഫ് മെഷീൻ ലാംഗ്വേജ്. നമുക്കറിയാം, മെഷീൻ ലാംഗ്വേജ്
കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി പറയുന്നത് ഹൈ ആയിരിക്കും. അതേ ഒരു സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ അസംബ്ലി ലെവൽ ലാംഗ്വേജ് നിൽക്കുന്നത്. നമുക്ക് മെഷീൻ ലെവൽ ലാംഗ്വേജിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് അസംബ്ലി ലെവൽ ലാംഗ്വേജും കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എല്ലാ സിസ്റ്റത്തിലും ഒരേ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആയിരിക്കില്ല, ഓരോ സിസ്റ്റത്തിനും ഓരോ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ദ നോളജ് ഓഫ് ഹാർഡ്വെയർ റിക്വയർഡ്. അതായത് നമുക്ക് ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസിൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ആ പ്രോഗ്രാംസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയണം. എങ്കിൽ മാത്രമാണ് ആ പ്രോഗ്രാം പ്രോപ്പർലി വർക്ക് ചെയ്യുള്ളൂ. ദെൻ മെഷീൻ ലെവൽ കോഡിംഗ്. ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ മെഷീൻ ലെവൽ ലാംഗ്വേജ്. സോ ഇതിൻ്റെ കോഡിംഗ് എന്ന് പറയുന്നതും ഇത്തിരി ഹെവി ആയിട്ടുള്ള ടാസ്ക്കാണ് കമ്പയർ ടു ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാംസ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക്കാണ്. ഓക്കെ, ഈ 3 സെക്ഷൻസാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്.